അധ്യാത്മരാമായണം യുദ്ധകാന്ഡം വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാ ദത്തമായോരു ലങ്കാരാജ്യമുൾപ്പൊക്ക് ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ട് കപിവരന്മാരോടും ചെന്ന് ശേഷിച്ച നിശാചരന്മാരുമായി അർണവത്തോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തിത്. ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയുമുള്ളന്ന് വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്ന് കിരീടാദ്യലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതമോ പൂജ്യനായോരു വിഭീഷണനായിക്കൊണ്ട് രാജനിവാസികൾ കാഴ്ചയും വച്ചിതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന ആസ്തയ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ ആദരാൽ. നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചേടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹം എന്ന് ചിൽപുരുഷൻ പ്രസാദിച്ചരുളിടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ. ത്വൽസ്വഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. സീതാസ്വീകാരം. പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ. നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്ന് ലങ്കാപുരം പുക്കറിയിക്കണം. തന്നങ്കിയാകിയ ജാനകിയോടിതോ നക്തഞ്ചരാധിപ നിഗ്രഹമാദിയ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങനോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ട് പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്ന് നിശാചർ സൽക്കരിച്ചിടിനാൻ. നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖമകന്നു തെളിഞ്ഞുമേവീടിനാൻ. യുദ്ധം ഭവതിയോടൊക്കെ പറകെന്ന് ചിത്തം തെളിഞ്ഞരുളി ചെയ്തിത് അറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായത് സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവത് ജനകീദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ.
എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ നൽകേണ്ടത് ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണമിനിയും സുചൈവ ഞാൻ. നേരത്തതിന് യോഗം വരുത്തിയിടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോട് മൈഥിലീ ഭാഷിതം ചെന്ന് ചൊല്ലിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായ അരുൾ ചെയ്താൻ, വിരയ നീ ജനകീ ദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേപാദ്യലങ്കാരമണിയിച്ച് ശില്പമായോരു ശിബീകമേലാരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ച് തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞിതിരുഘോഷ നിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കി അജാനകി ദേവിയെ കണ്ടുകൊണ്ടേടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടി അകറ്റിനാർ. കോലാഹലം കേട്ട് രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ? ഞാനുര ചെയ്തിത് നിന്നോടിതെന്തെടോ? ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളതത് പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഏവരും. പാദചാരേണ വരേണമെന്നന്തികെ മേദിനി നന്ദിനി കിം തത്ര ദൂഷണോ. കാര്യാർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ട് കോപം പൂണ്ട് വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാ. ലക്ഷ്മണനോട് മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ. വിശ്വാസമാശു മതി മൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടലത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ട് രഘുത്തമ സൗമുഖ്യഭാപമാലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്ത തീയും ജ്വലിപ്പിച്ച് രാമപാർശ്വം പ്രവേശിച്ചു നിന്നീടിനാൻ. ഭൂമി സുതയുമന്നേരം പ്രസന്നയായി പാർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വ മുഹുത്രയം ബദ്ധാഞ്ജലിയോടും വേദദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്നിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ. സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വച്ച് അഗ്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ. ദിശ്ചവനാദികൾ വിസ്മയപ്പെട്ടിത് നിശ്ചലമായത് ലോകവുമന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനി തരന്താനും വീരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശോകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹിക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിത് രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കൽ അന്നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും. രാമചന്ദ്രം പരമാത്മാനം അന്നേരം പ്രേമവൾ കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ.
സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായി അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയെ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിയിടുവോർ. നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായാൻ അവനിന്ന് നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും നേരത്തെ ദേവൻ വിരിഞ്ചനും വന്നു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം, വന്ദേ പദശേഷസ്തുതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രം അവ്യയമീശ്വരം, സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമത്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം, രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം. മായാപരമയം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം, മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം. യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം, രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. ഇതം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളും നേരം, ആശ്രയാശൻ ജഗദാശ്രയഭൂതയാം ആശ്രിതവത്സരയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ ആശ്ചര്യങ്ങൾ കൊണ്ട് നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക, സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും. പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കരുഹാക്ഷനും ജാനകീ ദേവിയെ സ്വങ്കേ സമാവേശ്യ ശോഭിച്ചത് ഏറ്റവും